നമസ്കാരം, ന്യൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. രാജ്മോഹൻ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ ഒരു വിഷയമേ ഉള്ളൂ. ശബരിമലയൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരേ ഒരു വിഷയം എന്ന് പറയുന്നത് നൂറയുടെയും ആദിലയുടെയും അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ ഇത്രയും അവഹേളിക്കപ്പെട്ട ഒരു മനുഷ്യജീവികൾ ഇടയ്ക്കൊന്നും കേരളത്തിൽ കാണില്ല. ക്രൂരമാണ് ശരിക്കും പറഞ്ഞാൽ ആ ചെയ്ത നടപടി. ഇത് ഞാൻ ക്ഷണിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്, അതാണ് ഇവരോട് വന്നതെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ അർത്ഥം ഈ ക്ഷണിച്ച പലരെയും PRINCക്കാർ കൊണ്ടുവന്നാണ് നമ്മൾ കരുതേണ്ടത്. ആ വീട്ടുടമസ്ഥനെ തന്നെ എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ഇതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആദ്യം പ്രേക്ഷകർക്ക് എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് നിശ്ചയമുണ്ടോ നമുക്കറിയത്തില്ല. നമ്മൾ വെറുതെ ഇതിൽ നാഹിക്കണം. അതുകൊണ്ട് ആദ്യം മുഖം പറയാം. ആദ്യം പറയട്ടെ, മലബാർ ഗോൾഡിൻ്റെ സഹസ്ഥാപകരിൽ ഒരാളാണ് ഫൈസൽ. ഫൈസൽ എന്ന് പറഞ്ഞാൽ മലബാർ ഗോൾഡിൻ്റെ ചെയർമാനായ MB അഹമ്മദിൻ്റെ MB അഹമ്മദിൻ്റെ സഹോദരിയുടെ മകൻ, അനന്തരവൻ അല്ലേ, മകനാണ്. അപ്പോൾ ഇവരെല്ലാവരും താമസിക്കുന്നത് ഒരു വലിയ കോഴിക്കോടിൻ്റെ അടുത്തുള്ള വലിയൊരു ഹൗസിംഗ് കോംപ്ലക്സ്, വലിയൊരു കൊട്ടാരങ്ങളുടെ ഒരു കോമ്പൗണ്ടിലാണ്. ഇപ്പൊ എന്റെ ആദ്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട, MB അഹമ്മദിനെ കുറിച്ച് പൊതുവെ എല്ലാവരും പറഞ്ഞ വളരെ സൗമ്യനായ മാന്യനായ ഒരു മനുഷ്യൻ. ഡ്രസ്സൊക്കെ തന്നെ വളരെ സാധാരണ നോർമൽ വേഷം നടക്കുന്ന ഒരാളാണ്. എല്ലാവിധ ലാളിത്യവുമുള്ള മനുഷ്യൻ. ലാളിത്യം എന്നായിരിക്കത്തില്ല, എന്തായാലും പ്രകടനപരത കുറവായ മനുഷ്യൻ. അതേസമയം ഈ ഫൈസലിനെ കുറിച്ച് പറയുന്നത്, ഈ മലബാർ ഗോൾഡ് കണ്ടുപിടിച്ചത് തന്നെ ഫൈസലാണ് എന്ന തരത്തിലാണ് എല്ലാം. വാസ്തവത്തിൽ ഫൈസൽ വലിയ സമ്പന്നം, ഒരുപാട് കമ്പനികളൊക്കെ വേറെ ഉണ്ട്, ഒരുപാട് പ്രോഡക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫൈസല് നമ്മൾ മലയാളത്തിൽ പറഞ്ഞ പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്നതിന് ടിപ്പിക്കൽ എക്സാമ്പിൾ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കട്ടോ, ഞാൻ ഈ ഫൈസലിനെ കുറിച്ച് ഇന്ന് ഈ വിഷയം ഉണ്ടായപ്പോഴാണ് ഞാൻ അധികം കേട്ടില്ല. വിവാദം വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് MB അഹമ്മദിനെ മാത്രമേ അറിയാവൂ. അവരുടെ തന്നെ ചില സുഹൃത്തുക്കളാണ് എന്നെ വിവരം അറിയിക്കുന്നത്. ഞാൻ വിവരം എടുത്ത് പരിശോധിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ഉണ്ടല്ലോ, ഇയാളുടെ ഫേസ്ബുക്കിലൂടെ ഞാൻ പോയപ്പം ചിരിച്ച് മണ്ണ് കപ്പി. നമ്മുടെ ഇങ്ങനെ ഒരാളെ ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ള ആരാന്നറിയോ? ആൻഡോയാണ്. ഈ അഗസ്റ്റിൻ സഹോദരന്മാരുടെ ഫേസ്ബുക്ക് പേജിലൂടെ പോകുമ്പോൾ ഉണ്ടാവുന്ന, സത്യം പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഈ ടെൻഷൻ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ഫേസ്ബുക്ക് പേജ്, ഈ ആൻഡ്രോയിഡ് ഒക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഇവന്മാർ ഈ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് ഇങ്ങനെ സ്ലോ മോഷൻ നടക്കുന്ന ഡയലോഗ്, സിനിമ ഡയലോഗ് ഉണ്ട്, ഈ മാസ് ഡയലോഗ്. എൻ്റെ പറമ്പിലെ പോച്ചപ്പുല്ലിനെ നിന്റെ കോടിയുടെ വിലയുണ്ടാന്നൊക്കെയുള്ള സാധനമുണ്ട്. ഇവന്മാര് ഊടായിപ്പിൻ്റെ രാജാക്കന്മാരാന്ന് നമുക്കറിയാമല്ലോ. അപ്പം അത്തരത്തിൽ വേണമെങ്കിൽ, അത്തരം അല്ലെങ്കിൽ പൊക്കാച്ചൻ പറയുന്നില്ലെങ്കിൽ ഇവർ തമ്മിൽ വ്യത്യാസം, അവർ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തിയിട്ട് അവകാശവാദം നടത്തുന്ന അഗസ്റ്റിൻ, ഇദ്ദേഹം തട്ടിപ്പൊന്നുമല്ലെന്ന് തോന്നുന്നു, കച്ചവടക്കാരനാണ്. ചെറിയ നിലയിൽ തുടങ്ങി വളരെ ഉയർന്ന നിലയിലേക്ക്. ഫൈസലൊക്കെ അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ബിസിനസ്സുകാരനാണ്, എന്തായാലും വലിയ സമ്പന്നനായ ബിസിനസ്. പക്ഷെ അദ്ദേഹത്തിന്റെ സമ്പത്തും പ്രതാപവും അദ്ദേഹം തന്നെ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ നിരന്തരം വിളിച്ചു പറയും. തെറ്റൊന്നുമല്ലോ കേട്ടോ, നമ്മളെ, കാരണം ഈ പണം ഉള്ള ഒരാൾക്ക് പണം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്തായാലും ഈ ഫൈസല് ഒരു വലിയ വീട് പണിതിരുന്നു ഇവരുടെ ഇതേ ഹൗസിംഗ് എസ്റ്റേറ്റിൽ തന്നെ. അതിന് അച്ഛനും അമ്മയ്ക്കും വേണ്ടി. അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണോ? അങ്ങനെ ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് വീട് അച്ഛനും അമ്മയ്ക്കും എന്ന് പറഞ്ഞാൽ ട്രിബ്യൂട്ടായിട്ടായിരിക്കും അപ്പോൾ. അല്ല, അച്ഛനും അമ്മയുണ്ട്, അങ്ങനെയാണോ എനിക്കറിയില്ല. അച്ഛനും അമ്മയും ആയിരിക്കും മുമ്പിൽ നിർത്തുന്നത്. ഞാനിപ്പം അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും അങ്ങനെ ആയിരിക്കാം. വലിയൊരു വീട്. ആ വീടിന്റെ ഫുൾ ദൃശ്യങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. അകത്തെ കുറെ കാഴ്ചകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഒരു അസാമാന്യ വലുപ്പമുള്ള ഒരു കൊട്ടാര സദൃശ്യമായ ഒരു വീടാണെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ആ കുടുംബവുമായി ബന്ധമുള്ള ഒരാൾ എന്നോട് പറഞ്ഞത് അഹമ്മദ് ഖായുടെ വീടിനേക്കാൾ വലിയ വീടാന്ന് പറഞ്ഞു. അതാണ് വലിയ വീട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുന്നത്, എനിക്ക് ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ. ഈ സമ്പത്ത് എന്ന് പറയുന്നത്, നമ്മളതിലേക്ക് നമുക്ക് കഥയിലേക്ക് വരാം. അത് പറഞ്ഞിട്ടിപ്പോൾ ഈ സമ്പത്ത് എന്ന് പറയുന്ന സാധനം ഒരു വളരെ വിചിത്രമായൊരു സംഗതിയാണ്. ഇപ്പോൾ രാജ്മോഹനാണെങ്കിലും എനിക്കാണെങ്കിലും MB അഹമ്മദിനാണെങ്കിലും ഫൈസലിനാണെങ്കിലും യൂസഫലിക്ക് ആർക്കാണെങ്കിലും ഈ പണം ചെലവഴിക്കാൻ മിനിമം സാഹചര്യമേ ഉള്ളൂ. വാസ്തവത്തിൽ നമുക്ക് നല്ല വീട് വേണം. നമുക്കിപ്പോൾ ഉള്ള വീടിൻ്റെ നമുക്കാകപ്പെടെ പണം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് ലോകത്ത് ജീവിക്കാൻ വേണ്ടി അടിസ്ഥാനപരമായിട്ട് വേണ്ടത് എന്താണ്? ഭക്ഷണം വേണം, നല്ല മാന്യമായ ഭക്ഷണം വേണം, മാന്യമായ വസ്ത്രം വേണം, മാന്യമായ പാർപ്പണം. ഇത് മതി. അത് ഏത് വലിയ ആൾ ഇതുണ്ടാക്കാൻ ഒരു ദിവസം 1000 രൂപ കൂലി കിട്ടിയാലും പറ്റും. ഒരു ദിവസം 1000 രൂപ കൂലി ആർക്കും കിട്ടും. ഇവിടുത്തെ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, വസ്ത്രം ധരിക്കുന്നതിന് പരിധിയുണ്ട്, ഉറങ്ങിയപ്പോൾ നമ്മളൊന്നും അറിയുന്നില്ലല്ലോ. ആണ്. അപ്പോൾ 1000 രൂപയുണ്ടെങ്കിൽ പറ്റും. പിന്നെ കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സൗകര്യമാവാം, കുറച്ചുകൂടെ മെച്ചപ്പെടുത്താം. വണ്ടി ഇപ്പം നമുക്കൊരു ബൈക്കിൽ തുടങ്ങാം, അല്ലെങ്കിൽ നമുക്കൊരു ഓൾട്ടോയാവാം, അതല്ലെങ്കിൽ ഒരു വാഗണാർ ആവാം, അതല്ലെങ്കിൽ ഒരു ഇന്നോവയാവാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഫോർഡ് എൻഡോർ ആവാം, അല്ലെങ്കിൽ മെഴ്സിഡസ് ആവാം. ഇങ്ങനെ നമ്മുടെ സൗകര്യം വർദ്ധിക്കുന്ന ഒരു വശത്ത് വീടെന്ന് പറയുന്നത് 2 മുറിയുടെ വീടാവാം, ലൈഫ് മിഷൻ്റെ വീടാവാം, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് 3 മുറിയാവാം, ബംഗ്ലാവ് ആകാം, കൊട്ടാരമാം, അങ്ങനെ ഉണ്ടാകും. ഇതിനപ്പുറത്തേക്ക് ഭക്ഷണകാര്യത്തിൽ ഇതൊന്നും പറ്റില്ല. ഏറ്റവും രസകരമായ സംഗതി എന്നറിയോ,
ഞാൻ ഈ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിചിത്രമായ സംഗതി, ഈ വലിയ സമ്പന്നന്മാരൊക്കെ അവർ ഈ ഇച്ചിരി കഞ്ഞിവെള്ളമോ അത്രേ ഉള്ളൂ, അതേ പറ്റൂ, കഴിക്കാൻ പറ്റില്ല, കഴിക്കാൻ പറ്റത്തില്ല. ഭൂരിപക്ഷം പേർക്കും ഇല്ലാത്ത രോഗങ്ങളൊന്നുമില്ല. ഈ ആയ കാലത്ത് കഷ്ടപ്പെട്ട് ഓടി അലഞ്ഞ് തിരിഞ്ഞ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഭക്ഷണം കഷ്ണം കഴിച്ചാൽ മരിച്ചു പോകും. ഈ വലിയ മനുഷ്യരുടെയൊക്കെ അവസ്ഥ അവർക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അപ്പം ഇത്തരം അവസ്ഥയിൽ മനുഷ്യൻ ഈ സമ്പാദിച്ചു കൂട്ടുന്ന കാശ്, ഈ കാശ് എങ്ങനെയെങ്കിലുമൊക്കെ ചെലവാക്കുന്നതിന് നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളിപ്പം ഈ സദാചാരം വലിയ അത് എന്തിനാണ് പൈസ വേസ്റ്റ് ആക്കുന്നത്, എന്തിനാണ് ഈ വാഹനത്തിന് കളഞ്ഞത്, എന്തിനാണ് ഇത്രയും വലിയ ആഡംബരം നടത്തി, എന്തിനാണ് അതൊക്കെ ചോദിക്കുന്നത് എനിക്ക് എതിർപ്പാണ്. കാരണം 2-3 കാരണങ്ങൾ. ഒന്ന്, അവൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം, അടിച്ചു മാറ്റിയ പണമാണെങ്കിൽ, വല്ലവന്റെ പണമാണെങ്കിൽ, ഇപ്പൊ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മുതലാളിമാരൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ്. നാട്ടുകാരുടെ പണം മേടിക്കുന്നു, ആ നാട്ടുകാരുടെ പണം അടിച്ചു മാറ്റി ആഘോഷിച്ച് നടക്കും. നമ്മുടെ ഈ ട്രീ കട്ടർ മുതലാളിമാരുടെ പരിപാടി അങ്ങനെയാണ്. 80 അതേ പരിപാടി, അതൊക്കെ തെറ്റാണ്. പക്ഷേ ഇപ്പം മലബാർ ഗോൾഡിന്റെ ഉടമസ്ഥരായിരിക്കുന്ന ഫൈസലും അഹമ്മദ് ഖായും ഒക്കെ പണം എത്ര ചെലവഴിച്ചാലും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം അവർ അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നു, കണക്കനുസരിച്ച് സർക്കാരിന്റെ എല്ലാ നിയമം അനുസാദിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവർ ചെലവാക്കിക്കോട്ടെ. അതുകൊണ്ട് അവർ ആഡംബരപൂർവ്വം അവരെ ഈ പരിപാടി നടത്തിക്കോട്ടെ, തെറ്റൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അപ്പോൾ പറഞ്ഞു നമ്മുടെ പോയിന്റിലേക്ക് വരുന്നു, ഇവരുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. ഈ ഹൗസ് വാമിങ്ങിനെ സിനിമാ താരങ്ങളുടെ ഒരു പ്രവാഹമായിരുന്നു. എല്ലാവരും വന്നു. ഒരുമാതിരിപ്പെട്ട സാനിയ അയ്യപ്പൻ, കുറെ പേര്, ഭാവന, ശ്വേതാ മേനോൻ, പിന്നെ പുതിയ പിള്ളേർ രജീഷ വിജയൻ, പ്രമുഖരായ നടന്മാരും നടിമാരുമെല്ലാം ഇഷ്ടംപോലെ നടിമാരാണ് കൂടുതലെത്തിയത്. ഇക്കൂട്ടത്തിലെത്തിയ താര ദമ്പതികളാണ് ആദിലയും നൂറയും. അപ്പം ആദിലയും നൂറയും നമുക്കൊക്കെ അറിയാം, അവർ സെയിം സെക്സ് കപ്പിൾസാണ്. നമ്മളതിനെ എന്താണ് പറയുന്നത്, എന്താണ്, സ്വവർഗ ദമ്പതികൾ, സെയിം കപ്പിൾ, സ്വവർഗ എന്നല്ല, എസ്ബി എന്ന് പറയുന്ന ആ ഘടനയിൽപ്പെടുന്ന ആളുകളാണ്. അപ്പൊ അവരോട് യോജിപ്പും വിയോജിപ്പുള്ളവരുണ്ട്. നമ്മുടെ ഈ കുടുംബജീവിതത്തിൽ ലെസ്ബിയൻ ശരിയാണോ അല്ലെങ്കിൽ ഗേ എന്ന് പറയുന്നത് ശരിയാണോ, അതൊക്കെ ഒരു തർക്ക വിഷയമാണ്. പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. അവർ സമൂഹത്തിന്റെ ഭാഗമാണ്. അവരെ രണ്ടിനെയും ക്ഷണിച്ചു. ബിഗ് ബോസ് താരങ്ങൾ പരസ്യമായി തന്നെ ഇങ്ങനെയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആള് തന്നെയാണല്ലോ ഒരു ബിഗ് ബോസിൽ എത്തിയത്. അങ്ങനെ എത്തിപ്പെട്ട അവരെ, ഇയാളുടെ പേര് ഫൈസൽ, സെൽഫി എടുത്തു, ഫോട്ടോ എടുത്തു, റീൽസ് ഇട്ട് കഴിഞ്ഞപ്പോൾ കുറെ സദാചാര ആംഗ്ലമാർ ഈ കത്തിയും പിച്ചാത്തിയുമായിട്ട് രംഗത്തിറങ്ങി. സ്വാഭാവികം അവരും പ്രതിഷേധിച്ചോട്ടെ. അപ്പോൾ ഈ ഫൈസൽ ചെയ്ത തെറ്റ് അവിടെയാണ് കുഴപ്പം. അവർ പ്രതിഷേധിച്ചതിൽ കുഴപ്പമില്ല. ഫൈസലിന് വേണമെങ്കിൽ കട്ടയ്ക്ക് നിന്നിട്ട് മറുപടി കൊടുക്കാമായിരുന്നു, നീ പോടാവില്ല എന്ന് പറയാൻ. ഇനി അതിനുള്ള ധൈര്യം ഫൈസൽ ഇല്ലെങ്കിൽ ഫൈസൽ എന്ത് ചെയ്യണം, അവഗണിക്കണം. ഞാൻ പറഞ്ഞു, ഇപ്പം എന്നെക്കുറിച്ച് എന്തെല്ലാം കഥകൾ എവിടെല്ലാം പറയുന്നുണ്ട്, ഇതെല്ലാം പ്രതികരിക്കാൻ പറ്റും, നമ്മൾ അവഗണിക്കും. എൻ്റെ ഫേസ്ബുക്കിൽ പോലും വരുന്ന കമൻറ്റുകൾ ഞാൻ മിക്കവാറും അവഗണിക്കും. ഞാൻ ഈ നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്നത് മാത്രമേ ഞാൻ പ്രതികരിക്കാറുള്ളൂ. പകരം ഫൈസൽ 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, അയാൾ മാപ്പ് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടു. ഇവർ പങ്കെടുക്കുന്നതിൽ മാപ്പ് പറഞ്ഞ് പോസ്റ്റ് ഇട്ടത് മാത്രമല്ല, ഇവർ ക്ഷണിക്കാതെ വന്നതാണെന്ന് വലിഞ്ഞേറിയൊന്നവരാണെന്നുള്ള രീതിയിലായി. അതൊരു വല്ലാത്ത ചെയ്തായിപ്പ്. ഇതാണ് വിഷയം പ്രേക്ഷകർക്ക് പിടികിട്ടിയെന്ന് തോന്നുന്നു. ഇവരുടെ എതിരെ വിമർശനം ഉണ്ടായപ്പോൾ ഇവർ വലിഞ്ഞു കയറി വന്നവരാണ്, ക്ഷണിക്കാതെ വന്നവരാണ്, അവരെ ക്ഷണിച്ചതിൽ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അത് വലിയ വിവാദമായി. ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. അപ്പോൾ ഇതാണ് ചർച്ചാ വിഷയം. ഈ ചർച്ചാ വിഷയം സമൂഹത്തിൽ ആയിക്കൊണ്ടിരിക്കും. ഇതിനെ നമ്മൾ എങ്ങനെ കാണും? ഇതാണ്. അപ്പോൾ കുറച്ച് പേരെ, ഇപ്പം ഞാൻ 1-2 തീവ്ര സംഖ്യകളുടെ കമൻറ്റുകൾ, ആദ്യമായിട്ട് ഫൈസലിനോട് നമുക്ക് ബഹുമാനം തോന്നി, അതുകൊണ്ട് ഫൈസലെ കൊള്ളാമെന്ന് പറഞ്ഞ 1-2 കമൻറ്റ് ഞാൻ കണ്ടു. അതായത് ഇതിൻ്റെ അകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്ന്, അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ അകത്തുള്ള മെയിൻ മേജർ വിഷയം ഈ സെയിം സെക്സ് കപ്പിൾസിനെ അംഗീകരിക്കാമോ വേണ്ടയോ എന്നുള്ളതാണ്. ഒരേ സെയിം സെക്സ്, ഒരേ വർഗത്തിലുള്ള ഒരേ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തെ അംഗീകരിക്കണോ, എതിർക്കണോ വേണ്ടതാണ്. ഇതൊരു വ്യക്തിയുടെ തീരുമാനമാണ്, വ്യക്തിഗതമായ സ്വാതന്ത്ര്യം. നമുക്ക് വേണേൽ എതിർക്കാം. നിങ്ങൾക്ക് സെയിം സെക്സ് കപ്പിളിനെ എതിർക്കണമെങ്കിൽ എതിർക്കാം, ഒരു കുഴപ്പമില്ല. നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിലുണ്ട്, യോജിക്കണമെങ്കിൽ ആവാം. പക്ഷെ അവരും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്, മനുഷ്യരാണ്. 2, ഇതിൻ്റെ അകത്ത് ഇവരൊക്കെ മനസ്സിലാക്കാതെ പോകുന്ന കാര്യം, നമ്മൾ ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ, ഇവരെല്ലാം വിശ്വാസികളാണ്, അതുകൊണ്ട് ദൈവത്തിൻ്റെ കാര്യം പറയുന്നത്, ദൈവം സൃഷ്ടിക്കുമ്പോൾ ഓരോ മനുഷ്യനും ഒരു ലൈംഗിക ഭാവം കൊടുത്തിട്ടുണ്ട്. ഒരാൾ ആണാണ്, പെണ്ണാണ്, ആണിൻ്റെ ലക്ഷണവും പെണ്ണിൻ്റെ ലക്ഷണവും കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ അവൻ ആണിൻ്റെ അകത്ത് ശകലം സ്ത്രീത്വവും പെണ്ണിൻ്റെ അകത്ത് ചില പുരുഷത്വം കൊടുക്കുന്നു. ഇപ്പം മോഹൻലാലിന് വല്ലാത്ത സ്ത്രൈണഭാവമുള്ള പുരുഷനാണ്.
മോഹൻലാലിൻ്റെ അഭിനയം നോക്കിയാൽ മതി, അദ്ദേഹത്തിൻ്റെ ആംഗ്യവിക്ഷേപങ്ങൾ നോക്കിയാൽ മതി, വല്ലാത്തൊരു സ്ത്രൈണഭാവമാണ്. ഈ മിക്സ് ശരിയാണെങ്കിൽ സൗന്ദര്യം കൂടും. മോഹൻലാൽ ഇത്രയധികം അട്രാക്ഷൻ, അതെ തീർച്ചയായും മോഹൻലാലിന് ഇത്രയധികം അട്രാക്ഷനുള്ള ഈ മിക്സ് കറക്റ്റായിട്ട്, മിക്സ് കൂടിപ്പോയാൽ ഭയങ്കര മോശമാകും. മോശം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഇതാണ് മോശം, സങ്കല്പത്തിൽ മോശമാവും. ഇതാണ് ഒരു സങ്കല്പം. ഇനി ഈ നമ്മുടെ ജീനിൻ്റെ അകത്തെ ഈ ഘടനയാണ് നമ്മുടെ ലൈംഗിക താല്പര്യത്തെ നിയന്ത്രിക്കുന്നത്. ഇപ്പം ഒരു പുരുഷൻ്റെയും ഒരു സ്ത്രീയുടെയും ലൈംഗിക താല്പര്യങ്ങൾ, അവൻ പുരുഷനായിരിക്കുമ്പോഴും സ്ത്രീ ആയിരിക്കുമ്പോഴും തികച്ചും വ്യത്യസ്തമാണ്. താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്, അവൻ്റെ എന്താ പറയുക, അവൻ്റെ ശേഷി വ്യത്യസ്തമാണ്, പലതുകൊണ്ട്. ഇതുപോലെ തന്നെയാണ് ഒരു സ്ത്രീക്ക് സ്ത്രീയോട് അട്രാക്ഷൻ തോന്നുക എന്ന് പറയുന്നത്, അത് നമുക്ക് അഭംഗിയെ തോന്നുന്നെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യം എടുക്കൂ, വലിയൊരു സമൂഹമാണ് നമ്മുടെ നാട്ടിൽ, വലിയൊരു സമൂഹമാണ്. അതായത് പുരുഷന്റെ ശരീരത്തിൽ സ്ത്രീയും സ്ത്രീയുടെ ശരീരത്തിൽ പുരുഷനും പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്നവരാണ് ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പം ഒരു പുരുഷൻ സ്ത്രീയായി മാറുന്നതും സ്ത്രീ പുരുഷനായി മാറുന്നതും ഒക്കെ ശരിയോ തെറ്റോ എന്ന് രണ്ടാമത് സംസാരിക്കാം. പക്ഷെ ഇപ്പൊ എല്ലായിടത്തും അവർക്ക് സംവരണം ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്. അപ്പോഴേ ലെസ്ബിയൻ താല്പര്യമുള്ള രണ്ട് പെൺകുട്ടികൾ അവരുടെ താല്പര്യം മറച്ചു വെച്ച് ഏതെങ്കിലും ഒരു പുരുഷനെ ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ച് ആ പുരുഷന്റെ ജീവിതവും ഈ സ്ത്രീയുടെ ജീവിതവും മോശമാക്കുന്ന നമ്മുടെ സാമൂഹിക പ്രവണതയിൽ എനിക്കിഷ്ടം സ്ത്രീയാണ് എന്ന് പറഞ്ഞ് ഒരുമിച്ച് സ്നേഹിച്ച് ഒരുമിച്ച് പരസ്യമ രംഗത്ത് വരാൻ അവർ കാട്ടിയ ധൈര്യം ആദ്യം അഭിനന്ദിക്കണം. ആ ആർജവത്തിന് നമ്മൾ അംഗീകരിക്കണം. ആ ആർജവത്തിന് നമ്മുടെ സമൂഹം കൊടുത്ത ആദരവാണ് അവർ സെലിബ്രിറ്റീസ് ആയത്. സത്യത്തിൽ ഞാൻ ഇപ്പോഴാണ്, അതായത് ഈ നൂറ ആദില എന്ന് പറയുന്ന ഒരു ബിഗ് ബോസിലുണ്ട് എന്നുള്ള വാർത്ത കേൾക്കുന്നു. ബിഗ് ബോസിനെ കുറിച്ച് ഞാൻ ജീവിതത്തിൽ ഒരു കാര്യം, നിങ്ങൾ ബിഗ് ബോസ് കാണാറില്ല? എനിക്ക് എതിർപ്പൊന്നുമില്ല, വാർത്ത ചിലപ്പോൾ കാണാറുണ്ട്, ബിഗ് ബോസ് കാണാറില്ല. ഞാൻ ആദ്യമേ പറയട്ടെ, ബിഗ് ബോസ് ഞാൻ ഇതുവരെ ഒരു എപ്പിസോഡും കണ്ടിട്ടില്ല. പണ്ടെങ്ങാണ്ട് പ്രാവശ്യം വല്ലപ്പോഴെങ്കിലും മിന്നൽ പോലെ കാണുമായിരുന്നു. വീട്ടിൽ ഈ പിള്ളേർ വെച്ചാണ്, ഇപ്പോൾ വീട്ടിൽ ആരും വെക്കാറില്ല. വീട്ടിൽ പിള്ളേരും ഭാര്യയൊക്കെ വെച്ചു പണ്ട്, ഇപ്പോൾ അവരിവിടെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വെക്കാറില്ല. പക്ഷെ ഞാൻ എതിരൊന്നുമല്ല, കാരണം ഞാൻ എല്ലാ തരം പരിപാടികൾക്കും പ്രേക്ഷകരുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ആണല്ലോ, സ്വാഭാവികം. നമ്മുടെ വാർത്തയെക്കൂട്ടിൽ ആളുകൾ കാണുന്നത് ബിഗ് ബോസ് ആണ്. പിന്നെ എന്തിനാ ബിഗ് ബോസിനെ എതിർക്കുന്നത്? നമ്മുടെ വാർത്തയെക്കാട്ടിലും ഇവിടുത്തെ എല്ലാത്തെങ്കിലും ജനം കാണുന്നത് വേടനെയാണ്, അല്ലെ തൊപ്പിയാണ്. പിന്നെ അവരിതിനെ എതിർക്കുന്ന ചോദ്യമാണ്. മാത്രമല്ല, മൊത്തത്തിൽ നമ്മുടെ ആ കൺസെപ്റ്റ് തന്നെ മാറിയിരിക്കുന്നു. പണ്ടത്തെ കൺസെപ്റ്റ് അല്ലല്ലോ, കൺസെപ്റ്റ് മൊത്തം മാറിയിരിക്കുന്നു. അതൊരു സത്യമാണത്. അപ്പൊ ആ പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിൽ ഇവർ ക്ഷണിക്കപ്പെടുകയാണ്. മോഹൻലാലാണ് അതിന് അവതാരകൻ. ബിഗ് ബോസ് എന്ന പരിപാടി ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളും കണ്ട് അത് പൂർത്തിയായി. അതെ, കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ ഇവർ ക്ഷണിക്കപ്പെടുന്നു. ഈ ബിഗ് ബോസിൽ ഇവർ വന്നപ്പോൾ ഒരുപാട് ചർച്ചകൾ ഇവരെ കുറിച്ച്. അതിൽ ഒരു പെൺകുട്ടി, എനിക്ക് നൂറയാന്ന് തോന്നുന്നു, രണ്ടാമത്തെ ഭയങ്കര സൗന്ദര്യം, നമ്മുടെ സിനിമാ നടിയുടെ ഒരു സൗന്ദര്യം. ആ പെൺകുട്ടി നല്ല ശാലീന സൗന്ദര്യം എന്നൊക്കെ പറയുന്ന ഒരു ഭംഗിയുള്ള പെൺകുട്ടിയാണ്. മറ്റേ പെൺകുട്ടി മോശമാണെന്നല്ല. എന്നാലും ഇവർ ചർച്ചകളിൽ വരുന്നു, വാർത്തകൾ പറയുന്നു. എനിക്കൊന്ന് ഒരു കുട്ടി നേരത്തെ പോയി, ഒരു കുട്ടി അവസാന നിമിഷം വരെ തുടർന്നെന്ന് തോന്നുന്നു. നൂറയാന്ന് തോന്നുന്നു വൈകി നിന്നത്. അപ്പോൾ ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നത് മാത്രമല്ല, അങ്ങനെ ഇവർ വലിയ ചർച്ചയാവുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ. സത്യത്തിൽ ഇന്ന് ഈ വിവാദമായപ്പോഴാണ് ഈ നൂറയും ആദിലയും ആരാണെന്ന് ഞാൻ അന്വേഷിക്കുന്നത്. അപ്പം ഞാൻ കരുതിക്കൊണ്ടിരുന്നത്, നമ്മളെ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവർ വിപ്രോ ജോലി ചെയ്യുന്നവരാണ്. ഇവര് IT മേഖലയിലുള്ളവരാണ്. ഇത് മാത്രമല്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ മനസ്സിൽ അപ്പോഴാണ് വന്നത്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവരാണ് ഒരു ലെസ്ബിയൻ കപ്പിളിൽ ഒരാൾ ജീവിക്കുന്നത്, കോടതിയിൽ പോയതും കോടതി അനുവദിച്ചതായ വിഷയം. അന്നാണ് ഇവർ ശ്രദ്ധയിൽ നടന്നത്. ഒരു പെൺകുട്ടിക്ക് അവൾക്കൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരോടൊപ്പം ജീവിക്കാൻ വീട്ടുകാർ സമ്മതിക്കാത്തതിൻ്റെ പേരിൽ വീട്ടിൽ പ്രശ്നമുണ്ടായതിനെക്കുറിച്ച് വാർത്തകൾ പത്രങ്ങൾ വന്നിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. വർഷങ്ങൾക്ക് മുമ്പ് ഓർമ്മയുണ്ടോന്നില്ല, തിരുവനന്തപുരത്ത് ഇത്തരത്തിലൊരു വലിയ വിഷയം വന്നിരുന്നു. മൈത്രൻ ചേട്ടനൊക്കെ ഇടപെട്ട് ഇത് രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് താമസിക്കാൻ വന്നിട്ട് അവിടെ അവസാനം വീട്ടുകാരൊന്ന് പിടിച്ചോണ്ട് വന്ന് നോക്കിയതും അവരുടെ പേര് ഞാനങ്ങ് മറന്നു. തിരുവനന്തപുരത്ത് വലിയ വാർത്ത സൃഷ്ടിച്ചിരുന്നു. മൈത്രേനും ജയശ്രീയും. എനിക്കിപ്പം മൈത്രൻ എന്നെ ഇഷ്ടമല്ല, മൈത്രൻ കടുത്ത സംഘവരുദ്ധനായതുകൊണ്ട്. മൈത്രൻ ജയശ്രീ എനിക്ക് വളരെ അടുപ്പമുള്ളവരായിരുന്നു പണ്ട്, ഒരു 20-25 കൊല്ലം മുമ്പ്. അവർ എന്താ പറയുക, നമ്മളെ പ്രോസ്റ്റിറ്റ്യൂട്ട് വാക്ക് തെറ്റാണല്ലോ, എന്താ ലൈംഗിക തൊഴിലാളികൾ, അവരെ സംഘടിപ്പിച്ച് അവരെ പുനരധിവസിപ്പിക്കാനൊക്കെ ശ്രമം നടത്തിയിരുന്നവരെ. എനിവേ, അപ്പോൾ ഈ പറയുന്ന കുട്ടികൾ അന്ന് വാർത്ത സൃഷ്ടിച്ചു. അതിനുശേഷം ഇവർ സോഷ്യൽ മീഡിയയിൽ താരങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ബിഗ് ബോസിലേക്ക് ക്ഷണം കിട്ടിയത്. അപ്പോൾ ഇവർ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതോടുകൂടി ഇവർ താരങ്ങളെ, ഇപ്പം നമ്മുടെ അഖിൽ മാരാർ ബിഗ് ബോസിൽ വരുന്ന, അവൻ അതിനു മുമ്പ് ചെറിയൊരു സംവിധായകനാണ്, സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവൻ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്, ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കും. ഈ ബിഗ് ബോസ് താരമായതോടുകൂടി അവൻ ഇപ്പം സിനിമാ നായകനായി, ഇപ്പൊ ഏതോ സിനിമ അഭിനയിക്കുന്നുണ്ട്, വലിയ കക്ഷിയാണ്. അപ്പം
ഇത്തരത്തിൽ ബിഗ് ബോസിലെ ഈ രംഗപ്രവേശത്തോടുകൂടി ഇവർ കേരളീയ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെലിബ്രിറ്റീസായി മാറുന്നു. ഇങ്ങനെ സെലിബ്രിറ്റീസായി മാറിയ ഈ കപ്പിൾസിനെ അതുകൊണ്ട് മാത്രമാണ് ഈ ഫൈസലിന്റെ വീട് പ്രവേശനം വിളിച്ചത്. അപ്പൊ ചോദ്യം വിളിച്ചോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പൊ ആര് വിളിച്ചു എന്നുള്ളതാണ് ചോദ്യം, പ്രസക്തമായ കാര്യം. കാരണം നമ്മളെപ്പോഴും ഞാനൊരു വീട് വയ്ക്കുമ്പോൾ ഞാനായിരിക്കുമല്ലോ സാധാരണ വിളിക്കാറുള്ള എല്ലാവരും, നമ്മുടെ സുഹൃത്തുക്കളെയും വേണ്ടപ്പെട്ടവരെയും ഒക്കെ നമ്മൾ വിളിക്കും. ഇവിടെ ഈ ഫൈസൽ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം അല്ലേ വിളിച്ചത് സ്വാഭാവികം സംശയിക്കേണ്ടി വരും. ഇത് വേറെ ഏജൻസിയാണോ ഈ സിനിമാക്കാരെ? അവിടെയാണ് ഈ പ്രാഞ്ചിയേട്ടനിസം പുറത്തു വരുന്നത്. അതായത് ഫൈസലിനെ തൻ്റെ വീട് പാല് കാച്ചലിനെ എല്ലാവരും വരണം, മാക്സിമം ആളുകൾ വരണം. അപ്പം ഫൈസലിനെ സംബന്ധിച്ചിടത്തോളം സമ്പന്നനായതുകൊണ്ട് രാഷ്ട്രീയക്കാർ വരും, മുഹമ്മദ് റിയാസൊക്കെ പോയി, മന്ത്രിമാർ പോകും, എല്ലാവരും വരും, കുഞ്ഞാലിക്കുട്ടി പോകും, എനിക്കൊന്ന് തങ്ങൾ കുടുംബത്തിൽ നിന്ന് ആൾക്കാർ വരും. ഇവരെല്ലാവരും വന്നു. ഈ വലിയ കുറേ ദിവസം നീണ്ട ആഘോഷമാണ്. മാത്രം പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, ഭിന്നശേഷിക്കാരായ രണ്ടുപേരുടെ വിവാഹം ഈ വീടിൻ്റെ ഇതിനോടനുബന്ധിച്ച് നടത്തിക്കൂട്ടി 2 ദിവസം മുമ്പാണ്. നല്ല ആഡംബരമായിട്ട്, നിസ്സാരമായിട്ടില്ല, വലിയ ആഡംബരമായിട്ട് നടത്തി. അപ്പോൾ അതിലാണ് ഈ നമ്മുടെ ജ്ഞാനതപസ്യൊക്കെ പങ്കെടുത്തിരുന്നു. ചെക്കാലക്കൽ ബിഷപ്പ് ചക്കാലക്കലുണ്ട്, എല്ലാവരും വിളിച്ചിരുന്നു. നല്ല കാര്യമാണല്ലോ, എല്ലാവരും ചെയ്തത്. അപ്പം ഈ ഇതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, സെലിബ്രിറ്റീസ് മാക്സിമം, നമ്മുടെ മൈജിയുടെ ഷാജി അതിന്റെ വീട് പാലസിന്റെ വീഡിയോ ഞാൻ പലപ്പോഴും വരാറുണ്ടല്ലോ, സകലരെയും കൊണ്ടുവരും, രാഷ്ട്രീയവും സിനിമയും എല്ലാവരും. അതെങ്ങനെ രാജ്മോഹൻ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം സ്വാധീനമുള്ള മാധ്യമ പ്രവർത്തകരുടെ വീട് ഒരു കുടുംബ ചടങ്ങിൽ ഇവരെല്ലാം പങ്കെടുക്കും. ഉദാഹരണത്തിന് ദീപക് ധർമ്മടത്തിന്റെ ഒരു എന്ത് പരിപാടിയാണേലും ഇവരെല്ലാം പങ്കെടുക്കും. എന്നുവെച്ചാൽ ഇപ്പം ശ്രീകണ്ഠൻ നായർ പരിപാടി നടത്തിയാൽ എല്ലാവരും പങ്കെടുക്കും. കാരണം ഈ മാധ്യമ പ്രവർത്തകരെ ഇവർ എന്തിനാണ് രാഷ്ട്രീയക്കാരും സോപ്പിട്ട് നിൽക്കുന്നത്? അവർക്ക് അനുകൂലമായ വാർത്ത വരാൻ വേണ്ടി. ആ സമയം എൻ്റെ ആണ് വരില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവരോട് ആരോടും പ്രത്യേകിച്ച് ലോഹിയില്ലല്ലോ. അപ്പം ഞാൻ വിളിക്കത്തുമില്ല ഇവരെ, ഒരു പരിപാടി വിളിക്കത്തുമില്ല. അപ്പോൾ അതേസമയം ഈ സമ്പന്നരായ മനുഷ്യർ അവരുടെ വിവാഹ ചടങ്ങുകൾക്ക് ആളുകളെ വിളിക്കുമ്പോൾ സെലിബ്രിറ്റീസൊക്കെ വരും. പക്ഷെ അവർക്ക് വേണ്ടത് അവരല്ല, ഇവർ ആരാധിക്കുന്ന രാഷ്ട്രീയക്കാരും അവരൊക്കെ വരും, രാഷ്ട്രീയക്കാർ നിലനിൽപ്പാണ്, ആരാധിക്കുന്ന സിനിമാ താരങ്ങൾ വരണം. അപ്പോൾ ഈ സിനിമാ താരങ്ങളെ എത്തിക്കാൻ ഇവരെന്ത് ചെയ്യും? ഇവർക്ക് പേഴ്സണൽ ബന്ധം ഉണ്ടാവത്തില്ല. അതെ, മാത്രമല്ല എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഇവരുടെ മറ്റ് സ്റ്റേറ്റുകളിലെ പരസ്യം, ആ കടകളുടെ പരസ്യത്തിൽ ഒരുപക്ഷെ ഇവർ അഭിനയിക്കുന്നുണ്ടായിരിക്കും. എങ്കിൽ പോലും ഇവർക്ക് നേരിട്ട് ബന്ധം കാണില്ലായിരിക്കും, ഉണ്ടാവത്തില്ല, ഏജൻസി ആയിരിക്കുമല്ലോ. അല്ല വേണ്ട. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഏജൻസി ഏൽപ്പിക്കും. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് നമ്മുടെ ഹൈദരാലി ഉണ്ടല്ലോ, നേരത്തെ റിപ്പോർട്ടർ ചാനൽ ഉണ്ടായിരുന്ന മറ്റേ അമ്മയിൽ കുത്തിത്തിരിപ്പൊക്കെ പുറത്തായി, ഇപ്പൊ അമ്മയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഹൈദരാലി തന്നെയാണ് ഈ സിനിമക്കാരെ എല്ലാം എത്തിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് ഒരു സിനിമാ താരം എടുക്കുക. ഇപ്പം സാനിയ അയ്യപ്പനോ അല്ലെങ്കിൽ രജീഷ വിജയനോ അല്ലെങ്കിൽ ആരെങ്കിലും, മറ്റേ പ്രിയ വാര്യരൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ 3 തരത്തിൽ ഇവർക്കൊരു സിനിമയിൽ കൊടുക്കുന്ന പ്രതിഫലം, ഇപ്പം മോഹൻലാൽ 25 കോടി രൂപ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു നിശ്ചിത പ്രതിഫലമുണ്ട്. അത് പക്ഷേ ഒരു 3 മാസത്തേക്കൊക്കെ വർക്കായിരിക്കും. പിന്നെ രണ്ടാമത് ഇവരുടെ ഉദ്ഘാടന ചടങ്ങുകൾ, ഈ ഉദ്ഘാടന ചടങ്ങിന് ഒരു പ്രതിഫലമുണ്ട്. മൂന്നാമത് ഇത്തരം പേഴ്സണൽ അപ്പിയറൻസിനുള്ള പ്രതിഫലം. ഈ പേഴ്സണൽ അപ്പിയറൻസിനുള്ള പ്രതിഫലം ഈ ഉദ്ഘാടന ചടങ്ങുകളുടെ പ്രതിഫലത്തേക്കാൾ കൂടുതലായിരിക്കും. അത് ഹിന്ദി സിനിമയിൽ ആദ്യം തുടങ്ങി വെച്ചെന്ന് പറയും. ഈ അമിതാഭ് ബച്ചനൊന്നും വരില്ല, പക്ഷേ ബാക്കി അത് കഴിഞ്ഞിട്ടുള്ള തലത്തിലുള്ള ഒരുപാട് നടീനടന്മാർ ഈ വൻതോതിൽ ഒരു സിനിമയെക്കാളും കാശ് വാങ്ങിച്ചുകൊണ്ട് ഈ പങ്കെടുക്കും. മുകേഷ് അംബാനിയുടെ മക്കളുടെ കല്യാണത്തിന് പോപ്പ് സ്റ്റാർ അമേരിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് വന്നു. ലോകം അറിയപ്പെടുന്ന മറ്റേ ജസ്റ്റിൻ ബീബർ, പിന്നെ ഷക്കീരൊക്കെ വന്നു. ഇവിടെ നമ്മളെ ഇന്ത്യയിലെ എല്ലാ താരങ്ങളും ഉണ്ടായിരുന്നു, ഷക്കീരൊക്കെ വന്നു. അതെ. അപ്പൊ ഇത്തരത്തിൽ ഇവർ സിനിമാ താരങ്ങളെ കൊണ്ടുവരുമ്പോൾ ഈ സിനിമാ താരത്തിന് വലിയൊരു തുക പ്രതിഫലം കൊടുക്കും. അവിടെ ഇതൊരു അഭിനയമാണ്. അതായത് ഇവർ ആദ്യം തന്നെ ഇറങ്ങുമ്പോൾ തന്നെ കാണിക്കായിരിക്കും ഇതാണ് മുതലാളി കാണിച്ചു കൊടുക്കായിരിക്കും. ഇവർക്ക് അറിയത്തില്ലല്ലോ, കണ്ടറിയത്തില്ലല്ലോ. എന്നിട്ട് മുതലാളിയെ പരിചയമുള്ള തരത്തിൽ പോകുന്നു, ചേർന്ന് നിൽക്കുന്നു, പടമെടുക്കുന്നു. മുതലാളി ഇത് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുതലാളി പറയും എൻ്റെ സുഹൃത്ത് അമീർ ഖാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ മുതലാളിക്കുണ്ടായിരിക്കുന്ന ഒരു സുഖം. ഇതിനു വേണ്ടി ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം കൊടുക്കണം. ഈ ആളുകളെ ബാർഗെയിൻ ചെയ്യുന്നവർക്ക് പ്രതിഫലം നിശ്ചയിക്കുന്നതൊക്കെ ഏജൻസികളാണ്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് വെരിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഹൈദരാലിയാണ് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവരറിയണമെന്നില്ല ഈ വരുന്നത് ആരൊക്കെയാണെന്ന്. വളരെ പ്രധാനപ്പെട്ട ആൾ ചിലപ്പോൾ അറിയാമായിരിക്കും, വലിയ നടന്മാരെ ചിലപ്പോൾ അറിയാമായിരിക്കും, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഗ്രേഡുള്ള ചിലപ്പോൾ പെട്ടെന്ന്. അപ്പൊ ഹൈദരാലി സെറ്റ് ചെയ്ത് കൊടുത്തായിരിക്കും. പക്ഷേ ഇവിടെ വരുന്നു, അവിടെ അവർ പങ്കെടുക്കുന്നു ചടങ്ങിൽ. ഇവരെ സംബന്ധിച്ചുള്ള ആരാണ്? ഇവരെ ക്ഷണിച്ച്
പ്രതിഫലം കൈപ്പറ്റി അഭിമാനത്തോടെ വരുന്നതാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ ഞാൻ ചോദിക്കേണ്ടത് ഇയാൾ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇറക്കി വിടണ്ടേ? അതെ, സ്വാഭാവികം അങ്ങനെയാണല്ലോ. ഇത് വന്നു, പടമെടുത്തു, ഇവർ ഒരുമിച്ച് ചേർന്ന് റീൽസ് എടുത്ത് എല്ലാം വെച്ച് റീൽസിനെതിരെ ഈ ആംഗ്ലമാരുടെ ആക്രമണം ഇറങ്ങിയപ്പോഴാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ ഇയാൾ പറഞ്ഞത് അങ്ങേയറ്റത്തെ വൃത്തികേടാണ്. അപ്പോൾ ഈ പെൺകുട്ടികളെ ചേർത്ത് പിടിക്കേണ്ട സമൂഹത്തിന് ഉത്തരവാദിത്തമുള്ളപ്പോഴാണ് ഇയാൾ വൃത്തികേട് കാണിച്ചത്. അതാണ് ഇതിൻ്റെ ഒരു ഭയാനകമായ വേഷൻ എന്ന് പറയുന്നത്. വളരെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. ഈ കല്യാണത്തിന് നമുക്ക് അപരിചിതരായ VIP പൈസ കൊടുത്താൽ ഇതുപോലെ കൊണ്ടുവന്ന് നടത്താം, സിനിമാക്കാരെ കൊണ്ടുവന്ന് നടത്താൻ പറ്റുമെന്ന് രാജ്മോഹൻ പള്ളിപ്പെരുന്നാളിന് VIP കൊണ്ടുവരുന്നവരുണ്ട്. ഓഹോ, നമ്മുടെ ജോബി ജോർജ് ഉണ്ടല്ലോ, ജോബി ജോർജ് നമ്മുടെ സിനിമാ നിർമ്മാതാവ്. ജോബിയുടെ ഒരു അഭിമാന പ്രശ്നമായിരുന്നു. ജോബിയുടെ ഇടവക പള്ളിയിലെ കല്ലറ പള്ളിയിലെ പെരുന്നാൾ നടത്തിയപ്പോൾ അത് മമ്മൂട്ടിയെയും പൃഥ്വിരാജിനെയും വരെ അവിടെ കൊണ്ടുവന്നറിയാമോ? പള്ളി പെരുന്നാളുടെ സമയത്ത് സ്റ്റേജ് ഷോയിൽ അത് മറ്റേ ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തി. എന്നിട്ട് സ്റ്റേജ് ഷോയുടെ സമയത്ത് മമ്മൂക്ക വരുന്നു. പള്ളി പെരുന്നാൾ, അതായത് പണമുള്ള മനുഷ്യർ അവരുടെ പ്രതാപം കാണിക്കാൻ വേണ്ടി എന്തും ചെയ്യും. അപ്പം ഒരുപക്ഷെ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുമ്പോൾ ആ നാട്ടിൽ അവർക്കുണ്ടാകുന്ന വില, അല്ലെങ്കിൽ സമൂഹത്തിൽ അവർക്കുണ്ടാകുന്ന ഈ വില പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ കേട്ടോ. ഇപ്പൊ ഇതൊക്കെ കാണിക്കുന്ന ആളുകൾ പ്രാഞ്ചേട്ടൻ എന്ന് പറയും, വിളിക്കുന്നത്. അപ്പോഴും എല്ലാവരും പോകുമായിരിക്കും, കളിയാക്കും. അത് സത്യമാണ്. പിന്നെ ഈ ഒരു ബഹളത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് വിളിച്ചിട്ട് ഇവിടെ ഉണ്ടായത് നൂറയും ആദിലയും അവർ രണ്ടുപേരും നല്ല അന്തസ്സായിട്ട് പണിയെടുത്ത് മാന്യമായി ജീവിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് ഒരു നിർബന്ധവും ഇല്ല വിളിക്കാത്ത പരിപാടി പോകേണ്ട കാര്യം. വിളിക്കാത്തടത്ത് അവർ പോകത്തുമില്ല. അവർക്ക് നല്ല കൃത്യമായി പ്രതിഫലം നിശ്ചയിച്ചു. ഉറപ്പാണ് അവർ ചെയ്യേണ്ടത് ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് അവർക്ക് കിട്ടിയ പ്രതിഫലത്തിൻ്റെ തുക. സത്യത്തിൽ ആദിലയോടും നൂറയോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കിട്ടിയിരിക്കുന്ന ക്ഷണക്കത്തും അതിനുവേണ്ടി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രതിഫലവും നിങ്ങൾ പുറത്തു വിടണം. ഭക്ഷണം കഴിച്ചെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കണം. അതെ, എന്നിട്ട് നിങ്ങൾ അവിടുന്ന് പോയി ഭക്ഷണം കഴിച്ച കാശ് മാത്രം, പ്രതിഫലം തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്ക് അവർ തന്നതാണ്. ഭക്ഷണം കഴിച്ചതാണല്ലോ, കാരണം ഈ പ്രതിഫലം നിങ്ങൾക്ക് അർഹതപ്പെട്ടത്. പക്ഷെ ഭക്ഷണം വിളിക്കാത്തടത്ത് പോയി വിളിച്ചെന്ന് പേര് ദൂഷണം, ആ ഭക്ഷണം അങ്ങ് തിരിച്ചു കൊടുക്കണം, അതിൻ്റെ കാശൊക്കെ തിരിച്ചു കൊടുക്കണം. കഴിച്ചത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, തിരിച്ചു കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇവർ വന്നു, സ്വീകരിച്ചു, ആനയിച്ചു കഴിഞ്ഞിട്ട് വിളിക്കാതെ വന്നു എന്ന തരത്തിൽ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അങ്ങേയറ്റം ഹീനമായ ഒരു പ്രവൃത്തിയാണ്. അല്ല, ഈയിടയ്ക്ക് ഞാൻ ബാലുക്കിരിയത്തിൻ്റെ മറ്റേ ഒരാളുടെ അഭിമുഖം കാണുമായിരുന്നു. അദ്ദേഹം പറയായിരുന്നു പ്രേം നസീറിൻ്റെ ഈയിടെ അന്തരിച്ച ഷാനവാസിൻ്റെ വിവാഹത്തെക്കുറിച്ച്. ഇവിടെ സുബ്രഹ്മണ്യ ഹാളിൽ വെച്ച്, ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ചാണ് കല്യാണം നടന്നത്. പ്രേം നസീർ ഏറ്റവും കത്തിക്കുന്ന സമയമാണ്. അപ്പം എല്ലാം പ്രേം നസീറിൻ്റെ മകനല്ലേ, ഈ നാട്ടിലെല്ലാ VIP എത്തിക്കഴിഞ്ഞു. ഈ കുറച്ച് കഴിഞ്ഞപ്പം ഈ ഇവിടെയുള്ള സാധാരണക്കാരായ എല്ലാവരും അങ്ങ് ഇടിച്ച് കയറി. അപ്പോൾ ആരോ ഒന്ന് നസീറിനടുത്ത് ഓടി എന്ന് പറഞ്ഞു വന്ന്, ഈ കണ്ട വഴിയ വയ്യന്മാർക്കത്താ ഇടിച്ച് കയറണം, കയറിക്കോട്ടെ, എൻ്റെ സിനിമ കണ്ട് എന്നെ ഈ രീതിയിലാക്കിയത് അവരാണല്ലോ, അവർ കയറി ഭക്ഷണം കഴിച്ചിട്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അല്ല, അതാണ് മനസ്സ്. അല്ല, പക്ഷേ ഇത് ഞാൻ പറഞ്ഞത് ഇവരുടെ ഈ പറയുന്നത് വലിയ കോട്ട കെട്ടി അടച്ചിട്ട് ഇവർ ക്ഷണിക്കുന്നവരൊക്കെ മതി, ആയിക്കോട്ടെ, ഇവർ പണം ദൂർത്തടിച്ചോട്ടെ. പക്ഷേ മലബാർ ഗോൾഡ് പോലെ നമ്മളെപ്പോഴും ചെറുതായി കാണരുത് മലബാർ ഗോൾഡിനെ. നമ്മൾ ലോകത്ത് എത്രയോ രാജ്യങ്ങളിൽ ലോകത്തെ പല, ഇപ്പം ഞാൻ പറഞ്ഞ എനിക്ക് മലബാർ ഗോൾഡുമായി നമുക്ക് ഒന്നിലധികം കേസുണ്ട്. മലബാർ ഗോൾഡുമായി എനിക്ക് അതിൽ വലിയ പരിഭവം അവരോടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലബാർ ഗോൾഡിനെ അധിക്ഷേപിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ മലബാർ ഗോൾഡുമായി ബന്ധപ്പെട്ട 2 വിഷയങ്ങൾ അത് ഉയർന്നു വന്നപ്പോൾ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ മലബാർ ഗോൾഡ് ഭേദമാണ്. ഈ കേസ് കൊടുക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഭേദമാണ്. കാരണം അവർക്കൊക്കെ കേസ് കൊടുത്ത് നിയമപരം അതിനെ നേടുന്നല്ലാതെ നമ്മളെ സൈബർ ബുള്ളിങ് നടത്താനോ വ്യക്തിപരം അധിക്ഷേപിക്കാനോ അതൊരു ജെന്റിൽമേൻ ഇടപാടാണ്. എനിക്ക് മലയാള മനോരമ ഞാൻ നമ്മൾ തമ്മിൽ കേസ് ഉണ്ടായിട്ട് പണ്ട് ആ മനോരമയുടെ അന്തസ് നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ അവരുടെ പത്രത്തിൽ പോലും നമുക്കെതിരെ കേസ് കൊടുത്ത് വാർത്ത കൊടുത്തില്ല. കേസ് അവർ തോക്കും എന്നായപ്പോൾ അത് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അതവിടെ പോട്ടെ. ഞാൻ പറഞ്ഞ പക്ഷെ അന്തസ്സായിട്ടാണ് അവർ ഇടപെട്ടത്. അത് അങ്ങനെ ആയിരിക്കണമല്ലോ. അന്തസ് മലബാർ ഗോൾഡും കമ്പാരിറ്റീവ്ലി ഒരു അന്തസ് നിലനിർത്തുന്നുണ്ട്. അതായത് അവരതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാനോ ആളുണ്ടാക്കുന്ന അതിലെനിക്ക് അവരോട് ബഹുമാനം. അതുകൊണ്ട് തന്നെ നമ്മളത്, പക്ഷേ അവരുടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ മലബാർ ഗോൾഡിന് മാത്രമല്ല പല സമ്പന്നരുടെയും പ്രോബ്ലം ചെറിയ വിമർശനം സഹിക്കാനുള്ള ശേഷിയില്ല. സിനിമാക്കാർക്ക് അതിനേക്കാളും ഭീകരമാണ്. അവരുടെ കച്ചവടത്തെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും വന്നാൽ തീർച്ചയായും അത് ഇടപെടേണ്ടത്. അപ്പോൾ അവർ നേരെ കൊടുക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ മലബാർ ഗോൾഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കോഴിക്കോടാണ്, മലബാർ ഗോൾഡിൻ്റെ പ്രവർത്തന കേന്ദ്രം കേരളമാണ്. അവർക്ക് എല്ലായിടത്തും. പക്ഷേ അവരെന്തിനാണ് ബോംബെ ഹൈക്കോടതി കൊണ്ട് കേസ് കൊടുക്കുന്നത്? ബോംബെ ഹൈക്കോടതി കൊണ്ട് കേസ് കൊടുത്തു. അത് മാത്രമല്ല അവർക്ക് നമുക്ക് അത്തരത്തിൽ എനിക്കെതിരെ മാത്രമല്ല മലബാർ ഗോൾഡുമായി ബന്ധപ്പെട്ട ഏത് വാർത്ത എവിടെ വന്നാലും അപ്പം തന്നെ ബോംബെ ഹൈക്കോടതി ഇടപെടും. ബോംബെ ഹൈക്കോടതി കേസ് കൊടുക്കും, തീരുമാനം ഉണ്ടാകും. ഇത്തരത്തിലൊരു സാഹചര്യം നിലപ്പുണ്ട്. അത്തരം കാര്യങ്ങളോട് എനിക്ക് എതിർപ്പുള്ളപ്പോഴും ഒരു കാര്യമുള്ളത്, മലബാർ ഗോൾഡ് രാജ്യത്തെ ഏറ്റവും വലിയ സ്വർണ്ണ
ജുവലറി വിശ്വാസ്യതയുള്ള ഏറ്റവും വലിയ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ആ കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. മാത്രമല്ല അവരുടെ മോഡൽ കൊള്ളാം. ഈ ആളുകൾ മലദ്വാർ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അവരുടെ ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ കുറച്ചധികം ആളുകൾ ഫണ്ട് ഇട്ടിട്ട് അവർ ഒരുമിച്ച് ചെയ്യുന്ന ഒരു മുതലാളിയല്ല, അവർ ഒരു കോർഡിനേറ്റ് ചെയ്യുന്ന പരിപാടി. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുമ്പോഴും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ മറ്റുമാണ് ഈ ഫൈസൽ. ഈ എം.പി. അഹമ്മദിന്റെ അനന്തരവനാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ഫൈസൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയുടെ ക്ഷീണം മലബാർ ഗോൾഡ് എന്ന ബ്രാൻഡിനാണെന്ന് തിരിച്ചറിയണം. ഇപ്പൊ എല്ലായിടത്തിലും വാർത്തയായല്ലോ. ഇയാളെ പേര് പറയുമ്പോൾ തന്നെ മലബാർ ഗോൾഡിന്റെ ആളാണെന്നുള്ളതാണല്ലോ വരുന്നത്. പറയാതിരിക്കാൻ പറ്റത്തില്ല. മലബാർ ഗോൾഡിന് ഉത്തരവാദിത്വം അസ്തിത്വം അതാണല്ലോ. മലബാർ ഗോൾഡിന് ഉത്തരവാദിത്വം ഇല്ല. പക്ഷെ മലബാർ ഗോൾഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇതുണ്ടാക്കുന്ന നാണക്കേട് മലബാർ ഗോൾഡിനുണ്ടാവും. ഇതവർ തിരിച്ചറിയണം. മാത്രമല്ല ഒരു വ്യക്തിയെ വിളിച്ചിട്ട് അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ്, ക്രൂരമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പെൺകുട്ടികൾ ഇതിനകത്ത് ഈ വളരെ രസകര കാര്യം, ബിഗ് ബോസിൽ ഇപ്പം ഞാൻ ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ കാണാറുണ്ട്. ബിഗ് ബോസിൽ ഒരു സീൻ ഉണ്ടായിരുന്നു. ലക്ഷ്മി എന്നോ മറ്റോ പേരിലൊരു പാർട്ടിസിപ്പൻ്റ് ഉണ്ടായിരുന്നു. ലക്ഷ്മി എന്ന് പറഞ്ഞ പാർട്ടിസിപ്പൻ്റ് ബിഗ് ബോസിൽ ഇരുന്നോണ്ട് ഒരു ദിവസം ഈ പിള്ളേരെ ചീത്ത വിളിച്ചു രണ്ടുപേരെയും. ഇവരെ ഞങ്ങൾ വീട്ടിൽ കയറ്റി, സാധാരണ ഗതിക്ക് ബിഗ് ബോസിൽ 10-100 ദിവസത്തിൽ കൂടുതൽ ഉണ്ടല്ലോ, 3 മാസമോ 4 മാസം കണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ വലിയൊരു ബന്ധം, ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യും. അപ്പം ഈ രീതിയിൽ ഒരു ബന്ധം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞപ്പം ഈ ലക്ഷ്മി പറയുവാണ്, ഞാനിവരെ എൻ്റെ വീട്ടിൽ കയറ്റത്തില്ല, ഇവർ വീട്ടിൽ കയറ്റാൻ കൊള്ളുന്നവരല്ല. ഇത് വാസ്തവത്തിൽ ഇത് ഞാനീ പറഞ്ഞ ഈ ഫൈസലിൻ്റെ അതേ മനോഭാവത്തിൻ്റെ പ്രതിഫലനമാണ് ലക്ഷ്മി പറയുന്നത് വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇതല്ല അതിൻ്റെ ക്ലൈമാക്സ്. അതല്ല ക്ലൈമാക്സ്, ഈ ബിഗ് ബോസ് സെലിബ്രിറ്റീസിൻ്റെ വീട്ടുകാർ, ഈ പാർട്ടിസിപ്പൻറ്റിൻ്റെ വീട്ടുകാരെ വിളിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് വീട്ടുകാർക്ക് വന്ന് ഇൻട്രാക്ഷൻ നടത്തുന്ന പരിപാടി. ഈ ലക്ഷ്മിയുടെ അമ്മ എല്ലാവരെയും വീട്ടിലേക്ക് വിളിച്ചു ഈ പരിപാടിക്ക് വന്നപ്പോൾ. എൻ്റെ അമ്മ വിളിച്ചപ്പം ഈ അമ്മ എല്ലാവരും എൻ്റെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് അടിക്കുക. ആദിലയോടും കൊച്ചിന് നൂറയോടും നിങ്ങളെ ഇവള് വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ സിറ്റ് ഔട്ട് ഇരുത്താവുന്നു, അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ വന്നോളൂ, സിറ്റ് ഔട്ടിൽ ഇരുത്താവുന്നു. അപ്പം ഞാൻ പറഞ്ഞേ ഒരു അധിക്ഷേപമാണ്. നമ്മുടെ സമൂഹത്തിന് ഇനി ഇതിൽ ഒരു കാലം വരുത്തിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ള സത്യം. ആന്റി ക്ലൈമാക്സ് ഉണ്ട് ആ സംഭവത്തിന്. ഇത് ക്ലൈമാക്സാണ് ഞാൻ പറഞ്ഞത്. ആന്റി ക്ലൈമാക്സ് തന്നെ. ഇതെല്ലാം കഴിയുന്നു. ആ വീക്കെൻഡിൽ മോഹൻലാലിൻ്റെ ഒരു ഇടപെടലുണ്ടല്ലോ. മോഹൻലാൽ പൊട്ടിത്തെറിച്ചു. ആരാണ് വീട്ടിൽ കയറ്റത്തില്ലെന്ന് പറഞ്ഞത്? നിന്നോട് ആരാടി പറഞ്ഞത്? നിന്റെ വീട്ടിൽ കയറ്റാൻ നീ ആരാടി? അവർക്ക് എന്താണ് കുഴപ്പം? നിനക്ക് മാത്രമേ എന്നെ ആസുഖം മാറ്റാന്ന് പറഞ്ഞ് മോഹൻലാൽ ഈ ലക്ഷ്മിയെ പറയാവുന്ന ചീത്ത മുഴുവൻ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഇറങ്ങിപ്പൊക്കോടി എന്ന് പറഞ്ഞു. നിനക്ക് വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലേ, നീ ഇറങ്ങിപ്പോ, ഇവിടുന്ന് ഇരിക്കരുത് മോഹൻലാൽ ചീത്ത വിളിക്കുകയും ഈ ആദിലയോടും നൂറയോടും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. മോഹൻലാൽ എൻ്റെ വീട്ടിലേക്ക് വരൂ, നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീട്ടിൽ വിരുന്ന് തരാമെന്ന് പറഞ്ഞു. നമുക്ക് 2 പേർക്കും സൗകര്യമുള്ള ഒരു ദിവസം നമുക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഞാൻ ചുമ്മാ ഈ ലക്ഷ്മിയുടെയും നൂറയുടെയും പേജിൽ പോയി നോക്കിയപ്പം അവരുടെ പ്രതികരണം, അവരിതേക്കുറിച്ച് ഒരു അക്ഷരം പ്രതികരിച്ചിട്ടില്ല. അവർ വെയിറ്റിംഗ് ഫോർ ദ ഡേ എന്ന് പറഞ്ഞ് മോഹൻലാലുമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു AI ഇമേജ് ഇട്ടിരിക്കുക. അതാണ് എൻ്റെ പ്രതികരണം. അതായത് മോഹൻലാൽ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് മോഹൻലാൽ ഈ അടുത്ത കാലം വരെ മലബാർ ഗോൾഡിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു. മറക്ക് ഇപ്പോഴാണ് തോന്നുന്നു മോഹൻലാൽ വിസ്മേരയിലേക്ക് മാറി അല്ലേ? വിസ്മേര എന്ന് പറഞ്ഞൊരു അതല്ലേ സ്ത്രൈണഭാവം കാണിച്ചിട്ട് ആഡ് വന്നിരിക്കുന്നത്. അപ്പൊ അവരുടേതാണ്. അപ്പൊ അതുകൊണ്ട് ഒരേ സമയം 2 പേരുടെ പറ്റത്തില്ലെന്ന് തോന്നുന്നു. അപ്പം മോഹൻലാൽ ഉറപ്പായിട്ടും ഈ ദിവസങ്ങളിൽ തന്നെ ഇവരെ വിളിച്ച് വിരുന്ന് കൊടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ എം.പി. അഹമ്മദ് ഇടപെടണം. ലാലേട്ട ചതിക്കരുത്, തൽക്കാലം മാനമാണ് എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടാവും. പക്ഷെ എന്തായാലും ഒരു കാര്യം എൻ്റെ ആത്മാവൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ നൂറയും ആദിലയും നമുക്ക് അവരോട് യോജിപ്പുണ്ട്. അപ്പം ഞാൻ അടിസ്ഥാനപരമായി തിയററ്റിക്കലി ഈ സെയിം സെക്സ് കപ്പിൾസ് ലൈഫിനോട് യോജിപ്പുള്ള ആളല്ല. ആണും പെണ്ണുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാൽ അങ്ങനെയാവും. പക്ഷേ അല്ലാതെയും മനുഷ്യന് ലൈംഗിക ഭാവങ്ങളുണ്ടെന്നും അങ്ങനെയുള്ള മനുഷ്യർക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ ഭൂമിയെന്നും അവർക്കും സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാലം കഴിഞ്ഞു. നമ്മൾ അവരെ അടിച്ചമർത്തേണ്ടത്. ട്രാൻസ്ജെൻഡേഴ്സിന് അവർക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോഴാണ് പിന്നെ സെയിം സംവരണം പോലെ എല്ലാ മേഖലയിലും. അപ്പം ഇവരുടെ ലൈംഗിക താല്പര്യം എന്ന് പറയുന്നത് അവർക്ക് സ്നേഹിക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ അതിനെതിരെ പടവാൾ ഉയർത്തുന്നതും ബഹളം വയ്ക്കുന്നതും ഒക്കെ അങ്ങേയറ്റത്തെ
കഷ്ടമാണ് എന്ന് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല അല്ലേ? തീർച്ചയായും അങ്ങേയറ്റത്ത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അല്ലെങ്കിൽ വിളിക്കരുത് അവരെ, വിളിച്ചതിന് ശേഷം ഇറക്കി വിളിച്ച് അധിക്ഷേപിച്ചത് ഈ ഫൈസൽ കാണിച്ചത് അങ്ങേയറ്റത്തെ വൃത്തികേടാണ്. എത്ര വലിയ പ്രാഞ്ചേട്ടനാണെങ്കിലും എത്ര വലിയ മുതലാളിയാണെങ്കിലും മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം അല്പം ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ. ഇതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കേണ്ടി വരും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആരോഗ്യവും സമ്പത്തും ഉള്ളപ്പോഴാണ് മനുഷ്യരെല്ലാം നമുക്കുള്ളത്. നമുക്ക് ഈ സിനിമാ താരങ്ങളുള്ളത്, പണമുള്ളതൊക്കെ ആരോഗ്യവും സമ്പത്തും ഉള്ളപ്പോഴാണ്. ഈ ആരോഗ്യവും സമ്പത്തും ക്ഷയിച്ചു കഴിഞ്ഞാൽ, അധികാരം ക്ഷയിച്ചു കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. സ്വന്തം കുടുംബക്കാർ പോലും ഉണ്ടാവണമെന്നില്ല. നമ്മൾ കിടപ്പിലായാൽ സ്വന്തം കുടുംബക്കാർ പോലും നമുക്കുണ്ടാകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഭാഗ്യലക്ഷ്മി വിളിച്ചു, ഡബിങ് ആർട്ടിസ്റ്റ്. ഞങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ പണ്ടുണ്ടെങ്കിലും അവർക്ക് എന്നെ വിളിച്ചു. എന്നോട് ഭാഗ്യലക്ഷ്മി പറഞ്ഞ ഒരു ഡയലോഗ് ആ സംഭാഷണത്തിൽ, ഇവരെ ചീത്ത വിളിക്കാൻ വിളിച്ചതാണ്. നമ്മുടെ മാരിയോയെയും ജിജിയെയും വിളിച്ചാണ്. അവൻ ഇനിയും ഇതുമായിട്ട് നടക്കാൻ പോകണമെന്ന് ചോദിച്ചിട്ട് ചീത്ത വിളിക്കാൻ വിളിച്ചാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു, വേറെ ആരുമില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ഫൈസൽ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ലാലു പ്രസാദ് യാദവിന്റെ വീട്ടിൽ സംഭവിച്ചത് എല്ലാവരും മനസ്സിലാക്കണം. കറക്റ്റ്. അയാൾക്ക് തിരിച്ചടി വന്നപ്പോൾ പെൺമക്കൾ ക്യൂ നിന്നാണ് ഇറങ്ങിപ്പോയത്. 7 പെൺമക്കളുള്ള ആളാണ്. 7 പെൺമക്കൾ 2 ആൺമക്കളുള്ള ആളാണ്. ആൺമക്കൾ തമ്മിൽ അടിയായി, അധികാരം നഷ്ടപ്പെട്ടു. തേജസ്പ്രസാദ് യാദവ് നേരത്തെ പോയി, ഇപ്പം തേജസ് യാദവിന് അധികാരം ഇല്ലെന്നുള്ളത് ഉറപ്പായി. ഇളയ മകൾ പറഞ്ഞ് എൻ്റെ അപ്പന് കിഡ്നി കൊടുത്ത് അബദ്ധമായി പോയെന്ന്. അതെ, വിട്ടുപോയി. ഇത് ഓർക്കണം, കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരുന്നു, നിരവധി തവണ മുഖ്യമന്ത്രിയായി, അധികാരം കൈപ്പിള്ളയിൽ ഒരു മനുഷ്യനാണ്. കരയുമായിരുന്നു. എങ്ങനെ അധികാരം ഉപയോഗിക്കണമെന്ന് നന്നായിട്ട് അറിയുന്ന ആളായിരുന്നു. ഒറ്റയ്ക്കിരുന്ന് കരയാണ്. ആരുമില്ല, രോഗിയാണെന്ന്, ഒറ്റയ്ക്ക് മരിക്കാൻ പോയിട്ട് രക്ഷപ്പെട്ട ആളാണ്. നമ്മുടെ പല മുൻ മുഖ്യമന്ത്രിമാരുടെ അവസ്ഥ. അധികാരവും പണവും നമ്മുടെ കയ്യിൽ ഉള്ളപ്പോൾ എല്ലാവരും ആളുണ്ടാവും. പിന്നെ പണം ഒരുപാടുണ്ട്. ഏത് വലിയ സമ്പന്ന. ഞാൻ ഹിന്ദുജ സഹോദരന്മാരിൽ ഒരാൾ കഴിഞ്ഞ ദിവസം മരിച്ചത്. അതിന് മുമ്പ് ഒരാൾ മരിച്ചു കഴിഞ്ഞ വർഷം. ഞാൻ അയാളുടെ കഥ അവിടെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വായിച്ചു. അയാളുടെ ആ സ്വത്തുക്കളെല്ലാം മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ആട്ടിയും ബഹളവും കേസും ആയിട്ട് അയാൾക്ക് ജീവിക്കാനുള്ള പണത്തിന് വേണ്ടി ആരോ കോടതിയിൽ പോകേണ്ടി വന്നു. അയാളുടെ ജീവിത ചെലവിന് വേണ്ടി. ലോകത്തെ ഏറ്റവും സമ്പന്നന്മാരുടെ ഒരാൾ, ബ്രിട്ടനിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു, ഇന്ത്യക്കാരനായിരുന്നു. അയാൾക്ക് ജീവിക്കാൻ ഏറ്റവും വലിയ ആ കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആളുടെ അവസാന നാളുകളിൽ ജീവിക്കാനുള്ള ചെലവിന് വേണ്ടി കോടതി പോയിട്ട്. ഇതാണ് ഈ സമ്പത്തിൻ്റെ ഒരു കുഴപ്പം. നമുക്ക് സമ്പത്തിനെ നമ്മൾ ഫോക്കസ് ചെയ്താൽ ആരും കണ്ടു. അപ്പോൾ നമുക്ക് വേണ്ടത് മനസ്സാക്ഷിയാണ്. ഞാൻ ഇതൂടെ പറഞ്ഞ് വായിച്ചു. അവളുടെ പേരെന്താണ്, സ്നേഹ ശ്രീകുമാറിൻ്റെ ഒരു കുറിപ്പുണ്ടായിരുന്നു. സ്നേഹ ശ്രീകുമാറിൻ്റെ നമ്മുടെ ഏതൊരു മറിമായത്തിൽ ഏതൊരു ആക്ട്രസാണ് അവർ ഇല്ലേ, അവരെഴുതിയിരിക്കുന്ന കുറിപ്പ് ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്തെ എൻ്റെ ശ്രദ്ധയപ്പെട്ടു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനത് വായിച്ചേൽപ്പിക്കാം. പ്രിയപ്പെട്ട മലബാർ ഫൈസൽ കായോട്, പൈസ കൊടുത്ത് വാങ്ങേണ്ടതല്ല മനുഷ്യത്വം. നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപാടുണ്ടാവും, പക്ഷെ അതുകൊണ്ടൊന്നും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ഇന്ന് കാണിച്ച വൃത്തികേട്. 2 പെൺകുട്ടികളെ വീട്ടിൽ ക്ഷണിച്ച് വരുത്തിയിട്ട് പിറ്റേ ദിവസം തോന്നിവാസം എഴുതി വിടുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. സ്വന്തമായി ജോലിയെടുത്ത് അന്തസ്സായി ജീവിക്കുന്ന ആദിലേക്കും നൂറയ്ക്കും നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണമില്ലാതെ കയറി വരേണ്ട ഗതികേടില്ല. അവർ വ്യക്തമായ തീരുമാനമുള്ളവരാണ്. അല്ലാതെ വിളിക്കുകയും ഷെയ്ഖാന് കൊടുത്ത് സ്വീകരിക്കുകയും പിറ്റേ ദിവസം വിളിച്ചില്ല എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുകയും കുറേ കഴിഞ്ഞ് അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്ന രീതിയല്ല. പ്രിയപ്പെട്ട ആദില, നൂറ, നിങ്ങളെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ വിളിക്കുന്നു. ഞങ്ങളുടെ സ്നേഹഭവനത്തിലേക്ക് അവിടെ ലിഫ്റ്റോ പരിചാരകരോ 150 ടൈപ്പ് ഫുഡോ ഉണ്ടാവില്ല. ഒന്ന് ഉറപ്പു തരാം, സ്നേഹം നിറഞ്ഞ കുറച്ച് സമയവും നല്ല ചായയും ഒരിക്കലും നിങ്ങളെ തള്ളിപ്പറയാത്ത ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മൊത്തം സ്നേഹവും തരാം. ഇത്തവണത്തെ ബിഗ് ബോസ് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു, അകത്തെ കളിയേക്കാൾ വലിയ കളികൾ പുറത്താണ് നടക്കുന്നത്. വി ലവ് ആദില ആൻഡ് നൂറ. ഇതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇടുന്ന പ്രിയ സുഹൃത്തുക്കളോട് ഞാൻ ആരുടെയും PR അല്ല. ഞാൻ പറഞ്ഞത് എന്തു സാഹചര്യത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഇത് തന്നെയാണ് ഫൈസലിനോട് എനിക്കും സ്നേഹപൂർവ്വം പറയാനുള്ളത്. ആദിലയെയും നൂറയെയും 2 കൈയും നീട്ടി സ്വീകരിക്കാൻ, അവർക്ക് സ്നേഹം കൊടുക്കാൻ, അവർക്ക് വിരുന്നു കൊടുക്കാൻ ഈ മലയാള രാജ്യത്ത് ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്, ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. നിങ്ങൾ ദയവായി തെറ്റുതിരുത്തുക. ചെയ്ത തെറ്റിന് ഈ സമൂഹത്തോടെ, ആദിലയോട്, നൂറയോട് മാപ്പ് പറയുക. നന്ദി, നമസ്കാരം.